ഹലോ ഗൈസ്, അപ്പോൾ അവിടെ മിസ്റ്റർ ഗെയിമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ റോബ്ലോക്സ് സ്റ്റീലേബർ റൂട്ടാണ് കളിക്കുന്നത്. ഇപ്പം ഞാൻ പ്രൈവറ്റ് സെർവറൊക്കെ ഉണ്ടാക്കി. അപ്പം പ്രൈവറ്റ് സെർവറിൽ നിന്ന് കിട്ടിയ എനിക്ക് 5 മില്യൻ്റെയും ഒരു ലക്കി ബ്ലോക്സും എനിക്ക് പ്രൈവറ്റ് സെർവറിൽ നിന്ന് കിട്ടി ഗൈസ്. നമ്മൾ ഇനി വരുന്ന വീഡിയോ എല്ലാം പ്രൈവറ്റ് സെർവറിൽ നിന്ന് കളിക്കുന്നതായിരിക്കും, സ്റ്റീലേബർ റൂട്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് സെർവറിൽ നിന്നാണ്. പിന്നെ ഞാൻ ഹെയറും ഒന്ന് മാറ്റി, വേറെ ഒരു ഹെയർ ആക്കി. പിന്നെ എനിക്കിപ്പോൾ ലക്കി ബ്ലോക്സ് ഒക്കെ തുറക്കണം. ലക്കി ബ്ലോക്സ് ഇനി 3 മിനിറ്റും കൂടെ ഉള്ളൂ. പിന്നെ യിങ് ഇവൻറ്റിൽ ഞാൻ കയറിയിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് 2 സാധനങ്ങൾ കിട്ടി. ഇതേ കിട്ടിയുള്ളൂ. ലക്കി ബ്ലോക്സിനൊക്കെ അവിടെ ഫുൾ അടിയായിരുന്നു, എല്ലാവരും മേടിക്കലും അതൊക്കെ. ഇനി ഇതിലും ഇവൻ്റൊക്കെ വരികയാണെങ്കിൽ ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഹെയർ ഇതല്ല ശരിക്കും മേടിച്ചേ, പക്ഷെ എന്തോ ഗ്ലിച്ച് പറ്റിയിട്ട് അത് മാറിപ്പോയതാണ്. ഇത് ഭയങ്കര ബ്ലൂമായിരിക്കും. പിന്നെ ലക്കി ബ്ലോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സാധനമൊന്നും കിട്ടുമല്ലോ. ചിലപ്പോൾ എന്താ ഈ ന്യൂബീനി പിച്ചനി അതിനൊക്കെ കിട്ടും. ചിലപ്പം നമ്മളെന്താ ഞാനൊരു വീഡിയോ കണ്ട അവർ സീക്രട്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ന്യൂബീനി പിച്ചനിയൊക്കെ കിട്ടുന്ന കേസ്. ഇതൊക്കെ ഇപ്പം ഞാൻ മേടിക്കാറുമില്ല 3 മില്യൻ്റെ. അങ്ങനെ മേടിക്കും, ഇപ്പം മേടിക്കുന്നില്ല, ഇപ്പം എൻ്റെ ഉണ്ട്. പിന്നെ ഇതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ നടക്കുന്ന. ബേസൊക്കെ ഞാൻ തുറന്നിടാം. പ്രൈവറ്റ് സെർവറാണെങ്കിൽ എപ്പോഴും ബേസിലോട്ട് തുറണ്ടേ, അതാണ് ഈ ബേസൊന്നും നോക്കണ്ട. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് വേറെ ആയിരുന്നു, അവൻ്റെ അക്കൗണ്ടിന് എന്ത് പറ്റിയപ്പോൾ ഈ അക്കൗണ്ടാണ് ആക്കിയത്. അതിന് വേറെ 2 നിലയൊക്കെ ഉണ്ടാകുന്നതാണ് എന്നെപ്പോലെ. എനിക്കിപ്പം ഞാനിപ്പോൾ 8ാമത്തെ റീബർത്താണ് ചെയ്തേക്കുന്നത്. 8ാമത്തെ റീബർത്ത്. ഇനി എനിക്ക് 11ാമത്തെ കഴിയുമ്പോൾ തോന്നുന്നു 3 നില കിട്ടുന്നത്. ഇതെല്ലാം റെഡിയാണ്. ഇനി എന്താ ഈ 37 മില്യൻ്റെ ഇതൊക്കെ വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം, എന്നാലേ എന്താ റീബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം പോകും. ലക്കി ബ്ലോക്സ് ഒന്നും ആവാനാണ് ഗൈസ് ഞാൻ കാത്തു നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റീലൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ബേസിൽ വരുന്നുണ്ട്, അടിച്ചു മാറ്റുമോ? പിന്നെ എനിക്ക് ബോഡി സ്ലാപ്പിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അങ്ങനെയല്ല, നമുക്കിങ്ങനെ ഉണ്ടാവില്ല ഒരു ഡ്യൂപ്പ് ആളെ ഉള്ളിൽ കയറ്റാൻ പറ്റുന്ന സാധനമില്ലേ, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബോഡി സ്ലാപ്പ് കിട്ടിയിട്ടില്ല, അത് 10ാമത്തെ റിവർത്തിനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്താ ബ്രെയിൻ കോഡ് ബേസ് ആക്കണം, അങ്ങനെയല്ല ബ്രെയിൻ കോഡ് ഫുള്ള് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മിത്തിക്കലിന് വേണ്ടിയിട്ട് ബ്രെയിൻ കോഡ് ഫുള്ള് 2 ബ്രെയിൻ കോഡുണ്ട്. ഇത് പോവും, ഈ കോക്കോഫാൻ്റെ എലിഫൻ്റ് ഞാൻ റീബർത്ത് ചെയ്യുമ്പോൾ പോവും. 3 മില്യൻ്റെ ഇത് മേടിക്കാം, ഒരാൾക്ക് വേണ്ടതാണ്. ഇത് 350. ഇത് മേടിച്ചു വെക്കാം. ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കുന്നതാണ്, കൊടുക്കാൻ പോവുകയാണ്. ഇതും കൂടി മേടിക്കാം. 1 നിലയുള്ള 2 നിലയുണ്ട്, പക്ഷെ അധികം പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാനാണ്. ഇത് വെറുതെ പറഞ്ഞാണ്. എന്താ 10 മില്യൺ ആറ്റമുണ്ട്, 1 ബില്യൺ ആറ്റമുണ്ട് കേട്ടോ. 10 മില്യണിന് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിരുന്നു അത് മേടിച്ചു വെക്കണമെന്ന്, കിട്ടിയല്ല, അപ്പം ഞാൻ മേടിച്ചാണ്.
മിത്തിക്കൊക്കെ പോയാൽ മേടിക്കണം. ഇപ്പം ഇത് ഓപ്പൺ ഓ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞോട് നടന്നിട്ടേ. അവനെന്താ വരാത്തേ? ഒന്നുകൂടി വയ്ക്കാം. അവൻ ലീവ് അടിച്ചു പോയി. കത്തം ഓക്കെ. നമുക്കിനി ഞാൻ തുറക്കാൻ പോണേ. പൊട്ട സാധനം കിട്ടിയ ഏത് കിട്ടും? ഗൈസ് ഇതാണ് കിട്ടിയത്. നല്ല സാധനമൊക്കെ പോയതാണ്. 7 മില്യൻ്റെ ഈ സാധനമാണ്. കുഴപ്പമില്ല. അത് അധികം ആൾക്കാരുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ്. ഇനി ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, ആരും കളിക്കുന്നില്ല. എന്തെങ്കിലും വന്ന് എനിക്കെടുക്കാം. പിന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പ്രൈവറ്റ് സെർവർ കളിക്കുന്നത്. നമ്മളിനി 3 പേരും വെച്ച് കളിക്കുന്നൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ 4 പേര്, എന്നെയും കൂടി കുട്ടി 4 പേര് കളിക്കുന്നുണ്ടാവും. ഫ്രണ്ട്സിന് മാത്രമേ ഇതിൻ്റെ അകത്ത് അലോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഒരു മിനിറ്റ്.